പ്രിയപ്പെട്ടവരെ, ഗോകുലത്തിലെയും വൃന്ദാവനത്തിലെയും വിശേഷങ്ങളുമായി നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാരായണൻ കുട്ടമത്ത്. ശ്രീകൃഷ്ണൻ്റെ വളർത്തമ്മയായ യശോദാമാതാവിൻ്റെ അമ്പലമാണിത്. ഗോകുലത്തിലെ ഈ അമ്പലത്തിന് 5500 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്നു. യശോദ മനോകാമിനി ക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ അമ്പലത്തിന് തൊട്ടരികത്തുള്ള ഇവിടെയാണ് വികൃതി കാണിച്ച ശ്രീകൃഷ്ണനെ ഉരലിനോട് ചേർത്ത് യശോദ കെട്ടിയിട്ടത് എന്നാണ് വിശ്വാസം. ഇവിടെയാണ് ശ്രീകൃഷ്ണൻ്റെ വളർത്തച്ഛനായ നന്ദഗോപരുടെ കൊട്ടാരം. ചൗരാസി ഖംഭ അഥവാ 84 തൂണുകൾ എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരത്തിൻ്റെ തൂണുകളാണ് ഇപ്പോൾ നാം കാണുന്നത്. ഈ കരിങ്കൽ തൂണുകളുടെ മിനുസം നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. ശ്രീകൃഷ്ണൻ വെണ്ണ കഴിച്ചതിന് ശേഷം കൈകൾ ഈ തൂണിന്മേൽ തുടച്ചത് കാരണമാണ് തൂണുകൾക്ക് ഇത്രയും മിനുസമുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നു. നന്ദഗോപരുടെ കൊട്ടാരത്തിന് അല്പം മാറിയാണ് രമൺരതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം. കുട്ടിക്കാലത്ത് ശ്രീകൃഷ്ണനും ബലരാമനും കൂട്ടുകാരുമൊത്ത് കളിച്ച സ്ഥലമാണിത്. വളരെയേറെ മാർദ്ദവമുള്ള മണലാണ് ഇവിടെയുള്ളത്. വിശ്വാസികൾ ഇവിടെ വന്ന് ഈ മണ്ണിൽ ഉരുണ്ടും മണ്ണ് വാരിയും കളിക്കുന്നു. ഈ കളിസ്ഥലത്ത് തന്നെയാണ് രമൺ ബിഹാർജി എന്ന പേരിലറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഉള്ളത്. യമുനയിൽ കുളിച്ചുകൊണ്ടിരുന്ന ഗോപസ്ത്രീകളുടെ വസ്ത്രം കവർന്ന ശ്രീകൃഷ്ണൻ ആ വസ്ത്രങ്ങളുമെടുത്ത് കയറിയത് ചീർഘട്ട് എന്ന ഈ സ്ഥലത്തുള്ള കദംബ മരത്തിലാണ്. ആ കദംബ മരത്തിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ പിന്മുറയിലുള്ള കദംബ മരമാണ് ഈ കാണുന്നത്. വൃന്ദാവനത്തിനടുത്ത് ശ്രീകൃഷ്ണൻ്റെ നിത്യകാമുകിയായ രാധയുടെ ജന്മസ്ഥലമായ ബർസാനയിലുള്ള രാധാറാണി ക്ഷേത്രമാണിത്. അഭൂതപൂർവമായ തിരക്കാണിവിടെ. എങ്ങും രാധേ രാധേ വിളികൾ കൊണ്ട് മുഖരിതമാണ് ഇവിടുത്തെ അന്തരീക്ഷം. രാധ കുളിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്ന രാധാകുണ്ടാണിത്. ഗോവർദ്ധനഗിരിക്ക് സമീപമാണ് ഈ കുളം. ബർസാനയിലുള്ള കീർത്തി മന്ദിറാണിത്. രാധയുടെ അമ്മയായ കീർത്തിയുടെ പേരിലാണ് ഈ ക്ഷേത്രം. ഇത് വൃന്ദാവനത്തിൽ തന്നെയുള്ള ബംഗേ ബിഹാരി ക്ഷേത്രം. കൃഷ്ണൻ്റെയും രാധയുടെയും സംയുക്ത രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെയും ഭക്തജനങ്ങളുടെ അതിഭയങ്കര തിരക്കാണ്. വൃന്ദാവനത്തിൽ തന്നെയുള്ള മീരാബായ് ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. ഇത് വൃന്ദാവനത്തിലെ ഇസ്കോൺ ക്ഷേത്രമായ ശ്രീകൃഷ്ണ ബൽറാം മന്ദിർ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.